ജർമ്മനിയിൽ വരാനായിട്ട് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണോ? ഇതാണ് എനിക്കിപ്പോൾ DM-ൽ വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യം. ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ജർമ്മനിയിൽ എന്ത് പർപ്പസിന് വേണ്ടി വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വരുന്നെങ്കിൽ ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് അത്ര നിർബന്ധമല്ല. ഇപ്പം നിങ്ങൾ നഴ്സിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസിനാണ് വരുന്നെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ എന്തായാലും ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ബിക്കോസ് നമ്മളിവിടെ പേഷ്യൻസിനോട് സംസാരിക്കുന്നതാണെങ്കിലും കൊളീഗ്സായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും എല്ലാം ജർമ്മനിലാണ്. പിന്നെ പഠിക്കുന്ന കാര്യം നോക്കിയാൽ നമ്മുടെ ഫുൾ സിലബസ് എല്ലാ സബ്ജക്റ്റും പക്ക ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് ലാംഗ്വേജ് മസ്റ്റാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജർമ്മനിയിലേക്ക് ഏത് കോഴ്സിന് വരാമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ലാംഗ്വേജ് കൊണ്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ ഒക്കെ നമ്മൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ഒരു വലിയ കോൺഫിഡൻസാണ്. അതുകൊണ്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.